എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ മോളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിഷ് മോളിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഞാൻ ചിക്കൻ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ സ്റ്റൂവിനെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരിയും എടുക്കാവുന്നതാണ്. നമ്മൾ ഫിഷ് മോളിയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് 2 സൈഡും ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് കരിക്കണ്ട, ജസ്റ്റ് അതൊന്ന് 2 സൈഡും ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് കരിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 75% ഒന്ന് വേവിച്ച് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് മുഴുവനുള്ള ഗരം മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഏലക്ക, 2 ഗ്രാമ്പൂ, 1 ജാതിപത്രി, 1 തക്കോലം, 1 ബേ ലീഫ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 3-4 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത്, ഒരുപാട് അങ്ങ് തിന്നായിട്ട് അരിയേണ്ട ആവശ്യമില്ല, കുറച്ചൊരു കട്ടിയിലാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നമുക്ക് ഒരുപാട് അങ്ങ് ബ്രൗൺ നിറാകുന്ന വരെ ഒന്നും വഴറ്റണ്ട. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല, പകരം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചതാണ്. ഇതിലേക്ക് നമ്മൾ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇത്രയാണ് ചേർത്ത് കൊടുത്തുള്ളത്. ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കട്ടി കുറഞ്ഞ തേങ്ങയുടെ പാലാണ് 1.5 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 2ാം പാലെന്ന് പറയും. ഈ 2ാം പാലിൽ കിടന്നാണ് ഇനി ബാക്കിയുള്ള 25% ഈ ഒരു ചിക്കൻ വെന്ത് വരേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വട്ടത്തിലരിഞ്ഞ ഒരു തക്കാളി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫിഷ് മോളിയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും വട്ടത്തിലരിഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഫിഷ് മോളി റെസിപ്പി ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കണം. അത് അടിപൊളി റെസിപ്പിയാണ്, അതേപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒന്നാണ് ഇതും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ചിക്കൻ ആയതുകൊണ്ട് ഇത് പൊടിഞ്ഞൊന്നും പോകത്തില്ല, നമുക്ക് ഇളക്കിയും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി താളിച്ചൊഴിക്കാം. ഈ ഒരു താളിച്ചൊഴിക്കലാണ് ഈ ഒരു ചിക്കൻ മോളയുടെ ഒരു സ്പെഷ്യാലിറ്റി. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ 1 പിടി ചെറിയ ഉള്ളി, ഇനി ഇതിലേക്ക് നമ്മൾ 1 പിടി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇടുമ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സാധാരണ ചിക്കൻ സ്റ്റൂ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി അതിലിടാറില്ല, മഞ്ഞൾപ്പൊടി ഇടാറില്ല, അതുപോലെ കടുക് വറക്കാറില്ല. അതിൽ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇടും. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഫിഷ് മോളി ചെയ്യുന്ന അതേ രീതിയിൽ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ താളിച്ചത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചിട്ട് ഒന്നടച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുക. അതിനുശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. ഈ ഒരു കറി
ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പത്തിനും ബ്രെഡിനും ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്